യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായി. നല്ല യൂസുഫ് നബി തന്നഴകിൻ്റെ മഴവിൽ ഒളിയായി നിലയായി. മുർസലെന്നറിഞ്ഞു യാക്കൂബ് നബിക്ക് പിരിശപ്പും കനിവായി. അന്ന് നൂറ് നൂറ് പരിശം ഹൃദയത്തിൻ യൂസുഫിൻ സഹോദരർ കുണവായി. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെറിയ കുട്ടിയായിരുന്ന യൂസുഫ്, 10 വയസ്സിൻ്റെ ചോടെ മാത്രം പ്രായമുള്ള യൂസുഫ് ഉപ്പയോട് വന്ന് സ്നേഹത്തോടെ, ആദരവോടെ, ബഹുമാനത്തോടെ വന്ന് പറയാണ്, ഉപ്പ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, ബേജാറായിക്കൊണ്ട് വളരെ സങ്കടത്തോടെ പേടിച്ചു കൊണ്ടുവന്ന് പറയാണ്. അത് ഇന്നലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിശദീകരിച്ചു. എന്നാൽ ആ ഉപ്പ പറഞ്ഞ മറുപടി എന്താണ്? പ്രവാചകന്മാർ കാണുന്ന സ്വപ്നങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള സ്വപ്നമാണ്. അത് സ്വാലിഹീങ്ങളും ചിലപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതായിട്ട് കണ്ടേക്കാം, ചരിത്രത്തിൽ കാണാം. എന്നാൽ പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള സ്വപ്നങ്ങളെ അവർക്കുണ്ടാകും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറുക്കുന്നതുമായി ബന്ധപ്പെട്ട കഥയിൽ ഇബ്രാഹിം നബി ഇസ്മായിലിനോട് വന്ന് പറഞ്ഞത് എന്താണ്? ഇന്നി അറാ ഫിൽ മനാമി എന്നത്, ഞാൻ നിന്നെ അറക്കാൻ സ്വപ്നം കണ്ടിരിക്കുന്നു എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി നുബുവത്ത് ലഭിക്കുന്ന 6 മാസങ്ങൾക്ക് മുമ്പേ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സ്വപ്നങ്ങളായിരുന്നു കാണിച്ചു കൊടുത്തിരുന്നത്. അത് യഥാർത്ഥമായി പുലർന്നിരുന്നു. നബി സ്വപ്നങ്ങൾ കാണും, അത് അതേപോലെ തന്നെ നടക്കും. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഈ കഥയിൽ തന്നെ, ഈ ചരിത്രത്തിൽ തന്നെ പ്രധാന സന്ദർഭങ്ങളിൽ 3 സന്ദർഭങ്ങളിൽ സ്വപ്നവുമായി ബന്ധപ്പെട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഫസ്റ്റ് തന്നെ ഈ സ്വപ്നം, 10 വയസ്സിൻ്റെ ചോട പ്രായമുള്ള കുട്ടി വന്നുകൊണ്ട് ഉപ്പയോട് ബഹുമാനത്തോട്, ആദരവോടെ, ഭയന്നുകൊണ്ട്, പേടിച്ചുകൊണ്ട് പറയാണ്, ഉപ്പ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു. അപ്പോൾ ഉപ്പ പറഞ്ഞ മറുപടി എന്താണ്? അതാണ് അടുത്ത ആയത്തിൽ ഉപ്പ പറയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖാല യാ ബുനയ്യ ലാ തഖ്സുസ് റുയാക അലാ إخوتك فيكيدوا لك كيدا إن الشيطان للإنسان عدو مبين قال يا بني എൻ്റെ പൊന്നുമോനെ, കുഞ്ഞുമോനെ. കണ്ടോ, ആ ലാളിത്യവും സ്നേഹവും എല്ലാം കലർന്ന വിളിയാണത്. എങ്ങനെയാണ് ഒരു മോൻ വന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കേണ്ടത് എന്ന ഉത്തമമായ ഒരു കാര്യമാണ്, ഒരു വിഷയമാണ് നമുക്കവിടെ ചൂണ്ടിക്കാണിച്ചു തരുന്നത്. എൻ്റെ പൊന്നുമോനെ, ലാ തഖ്സുസ് റുയാക്, നീ കണ്ട സ്വപ്നം പറയരുത്. അലാ ഇഖ്വതിക, നിന്റെ സഹോദരങ്ങളോട് പറയരുത്. ഫയക്കീദു ലക കൈദ, അവർ നിന്നെ അപായപ്പെടുത്തിയേക്കാം, ചതിച്ചേക്കാം, നിനക്ക് കേടുള്ളതെന്തെങ്കിലും ചെയ്തേക്കാം. അപ്പൊ നിന്റെ സഹോദരങ്ങളോട് നീ കണ്ട സ്വപ്നം ഒരിക്കലും പറയരുത് ട്ടോ മോനെ. ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠെന്താണ്? നാം കാണുന്ന ഹൈറായ കാര്യങ്ങൾ, സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ തന്നെ നമുക്ക് ലഭിക്കുന്ന എന്തെങ്കിലും ഒരു ഹൈറ് നമ്മളുടെ നന്മ ഉദ്ദേശിക്കാത്തവരോട് പറയരുത് എന്നുള്ള പാഠമാണ്. നമുക്ക് ഗുണം ലഭിക്കണം, നമുക്ക് നന്മ ലഭിക്കണം, നമുക്ക് സന്തോഷമുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരോടെ നമ്മുടെ ഉയർച്ചയും നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും പറയാൻ പാടുള്ളൂ. ആ ഒരു പാഠം ഇതിൽ നിന്ന് ലഭിക്കുന്നു.
മറ്റോ നമുക്ക് ഗുണം ലഭിക്കാത്തവരോട് പറഞ്ഞാലോ അവരസൂയാലുക്കളായി മാറിയേക്കാം. അതുകൊണ്ട് ചിലപ്പം അവരുടെ കണ്ണേറ്, അവരുടെ മാനസികമായ പ്രാക്കുകൾ, ഇതൊക്കെ നമ്മുടെ അനുഗ്രഹം നീങ്ങിപ്പോകാൻ ചിലപ്പോൾ കാരണമായേക്കാം. അതുകൊണ്ടാണ് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മളുടെ ഹൈർ ഉദ്ദേശിക്കാത്തവരോട് പറയരുത് എന്നൊരു പാഠം ഇതിൽ നിന്ന് ലഭിക്കുന്നു. അതായ യാക്കൂബ് നബി പറഞ്ഞത്, മോനെ, നീ കണ്ട സ്വപ്നം ഉണ്ടല്ലോ, അത് നിന്റെ സഹോദരങ്ങളോട് പറയരുത്, അവർ നിന്നെ അപായപ്പെടുത്തിയേക്കാം. മാത്രമല്ല, തീർച്ചയായും പിശാചുണ്ടല്ലോ, ലിൽ ഇൻസാനി മനുഷ്യന് അദുവ്വും മുബീൻ, വ്യക്തമായ ശത്രുവാകുന്നു. പിശാച് മനുഷ്യന്റെ ശത്രുവാ. മനുഷ്യന് നന്മ കിട്ടണമെന്ന് അപ്പോൾ അവൻ ആഗ്രഹിക്കില്ലല്ലോ. അതുകൊണ്ട് പിശാച് മനുഷ്യന്റെ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തി അസൂയാലുക്കളാക്കിയേക്കാം. അതുകൊണ്ട് നീ എന്ത് ചെയ്യരുത്, നിന്റെ സഹോദരങ്ങളോട് ഇത് പറയരുത്. ഇനി എന്താണ് സഹോദരങ്ങളോട് ഇത് അറിയിക്കരുത് എന്ന് യാക്കൂബ് നബി പറയാനുള്ള പ്രധാന ഒരു കാരണം, യാക്കൂബ് നബി ഇനി ഇതിന് മറ്റൊരു പാഠം കൂടി നമുക്കുണ്ട്. എന്താണ്? മക്കളെക്കുറിച്ച് നല്ല കാഴ്ചപ്പാട് യാക്കൂബ് നബിക്ക് ഉണ്ടായിരുന്നു. നല്ല കാഴ്ചപ്പാട് പറഞ്ഞാൽ അവരുടെ സ്വഭാവം എന്താണെന്ന് ശരിക്കറിയായിരുന്നു. അപ്പം നമ്മളുടെ മക്കൾ എന്താണ്, അവരുടെ സ്വഭാവം എന്താണ്, അവരുടെ മനസ്സെന്താണ്, അവരുടെ പെരുമാറ്റം എന്താണ് എന്ന് വ്യക്തമായി നാം അറിഞ്ഞിരിക്കണം. ഇവിടെ യാക്കൂബ് നബിക്ക് ശരിക്കറിയാവുന്നത് കൊണ്ടാണ് പറയണത്, എന്ത്, നീ നിന്റെ സഹോദരങ്ങളോട് ഇത് പറയരുത്. യാക്കൂബ് നബിക്ക് ശരിക്കറിയാം തൻ്റെ മക്കൾ ഏത് സ്വഭാവക്കാരാണ്, അതുകൊണ്ടത് പറയുന്നത്. അപ്പം ഓരോരുത്തരുടെയും മക്കളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് ആ രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം എന്നൊരു പാഠം ഇതിലുണ്ട്. അപ്പൊ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറ്റു മക്കൾ യൂസുഫിനെ അപായപ്പെടുത്താൻ കാരണമെന്ത്? എന്താണ് അതിൻ്റെ ശത്രുത വെക്കാനുള്ള കാരണം? എന്താണ് യാക്കൂബ് നബി യൂസുഫിനോട് പ്രത്യേകമായ ഒരു സ്നേഹം ഉണ്ടാവാനുള്ള കാരണം? അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ സംസാരിക്കുക. ഈ ആയത്തിൽ തജ്വീദിന്റെ നിയമം നോക്കുമ്പോൾ قال يا بني لا تقصص رؤياك على إخوتك على അവിടെ മദ്ദുണ്ട്, അത് ശ്രദ്ധിക്കണം. فيكيدوا لك كيدا إن الشيطان للإنسان ഇന്ന അവിടെ ഉന്നത്ത് കൊടുത്തു. എന്നാലും പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ശ്രദ്ധുള്ള നൂന് ശ്രദ്ധുള്ള മീമ് വരുമ്പോൾ ഉന്നത്ത് കൊടുക്കണം. ഇന്ന الشيطان للإنسان അവിടെ ഇൻസാൻ എന്നുള്ളിടത്ത് സാക്കിനായ നൂനിൻ്റെ ശേഷം സീന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇഖ്ഫാ ചെയ്യണം, അഥവാ മറച്ച് മണിക്കണം ആ നൂനിനെ. ഇൻ എന്നോദിയത് വെളിവാക്കലായി, ഇൻ എന്നോദിയ. മറച്ച നൂന് വെളിവാകരുത്, മറച്ച് മണിക്കുക എന്ന് പറയും, ഇഖ്ഫാ ചെയ്യുക. ഇൻസാനി അദുവ്വും മുബീൻ. അദുവുൻ എന്ന വാവിൻ്റെ മേലെ തൻവീന് കാണാം, രണ്ട് ദമ്മ്, അദുവുൻ എന്ന്. ഇൻഷാ അല്ലാഹ് ബോഡീകരിച്ച് തരുന്നുണ്ട്. അതിനുള്ള പിന്നെ അടുത്ത ക്ലാസ് മുതൽക്കൊക്കെ ഇൻഷാ അല്ലാഹ് ഈ തജ്വീദിൻ്റെ നിയമങ്ങൾ ബോർഡിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നും കൂടി അത് മനസ്സിലാക്കുന്ന രീതിയിൽ ചെയ്തു തരുന്നുണ്ട്. ഇപ്പം നോക്ക്, അദുവുൻ എന്ന വാവിന് രണ്ട് ദമ്മ് കാണാം, അദുവുൻ. അത് കഴിഞ്ഞിട്ട് മീമ വന്നിട്ടുണ്ട്. അപ്പം തൻവീനിൻ്റെ ശേഷം മീമ വന്നാൽ ഇത് മുമ്പി ഉന്ന എന്നാണ്, ഉന്നത്തോടു കൂടി ഇത് ചെയ്യണം. അപ്പം എങ്ങനെ ഓതണം? ഇന്ന ശൈത്വാന ലിൽഇൻസാനി അദുവ്വും. 'അദുവ്വുൻ' എന്ന വാവിൻ്റെ മേലെ തൻവീന് കാണാം, രണ്ട് ദമ്മ്, 'അദുവ്വുൻ'. അത് കഴിഞ്ഞിട്ട് മീമ വന്നാൽ ഇത് മുമ്പി ഉന്ന എന്നാണ്, ഉന്നത്തോടു കൂടി ഇത് ചെയ്യണം. അപ്പം എങ്ങനെ ഓതണം? ഇന്ന ശൈത്വാന ലിൽഇൻസാനി അദുവ്വും മുബീൻ. 'അദുവ്വുൻ' എന്ന വാവിൻ്റെ മേലെ തൻവീന് കാണാം, രണ്ട് ദമ്മ്, 'അദുവ്വുൻ'.
ഉന്നത്തോട് കൂടിയിട്ട് ഇദാം ചെയ്ത് അവിടെ ഓതണം. ഇൻഷാ അല്ലാഹ് ഇങ്ങനെയാണ് ഈ ആയത്ത് ഓതേണ്ടത്. ബാക്കി വിശദീകരണമൊക്കെ അടുത്ത ക്ലാസ്സിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.